പാല് കുടിച്ച ശേഷവും കുഞ്ഞ് കരയുന്നു. കുഞ്ഞിന് വയറ് നിറയാത്തതുകൊണ്ടാണോ? വീണ്ടും പാല് കൊടുക്കണോ? കുഞ്ഞിന് ആവശ്യത്തിന് പാല് കിട്ടി വയറൊക്കെ നിറയുന്നുണ്ടോ? എങ്ങനെയാണ് കുഞ്ഞിന് പാല് കിട്ടാത്തതുകൊണ്ടാണ് കരയുന്നത് എന്ന് മനസ്സിലാക്കേണ്ടത്? ഇവയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. നമസ്കാരം, ഞാൻ ഡോക്ടർ ഷേമ. ടൈനി ടമ്മീസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ മുഴുവനായി കാണാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്ന സമയത്ത് അമ്മമാർ ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞിൻ്റെ ഹങ്കർ ക്യൂസ് നോക്കി ഫീഡ് ചെയ്യുക എന്നതാണ്. കുഞ്ഞ് വിരലൊക്കെ സക്ക് ചെയ്യുക, നാക്ക് പുറത്തിടുക, വായ ഇടയ്ക്കിടയ്ക്ക് തുറക്കുക അടയ്ക്കുക, ഉറങ്ങാൻ ബുദ്ധിമുട്ട് കാണിക്കുക, ഉറച്ചു കരയുക, ഇടയ്ക്കിടയ്ക്ക് നിർത്തി നിർത്തി കരയുക, ഫീഡ് ചെയ്തില്ലെങ്കിൽ സൗണ്ട് ഉറക്കെയാവുക, കരയുന്നത് നേ നേ സൗണ്ട് ഉണ്ടാക്കുക. ഇതൊക്കെ നോക്കിയാണ് ഫീഡ് ചെയ്യേണ്ടത്. വിശന്ന് കഴിഞ്ഞ് കുഞ്ഞ് കരയുന്നത് വരെ വെയിറ്റ് ചെയ്യാതെ നേരത്തെ തന്നെ ഫീഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കുഞ്ഞ് പാല് കുടിച്ച ശേഷവും കരയുന്നു. പാല് കുടിച്ച് വിശപ്പ് മാറിയോ എന്ന് എങ്ങനെ അറിയാമെന്ന് നോക്കാം. പാല് കുടിച്ച ശേഷവും കുഞ്ഞ് കരയുന്നതിന് പല കാരണങ്ങളുമുണ്ട്. ഇത് വിശപ്പ് മാത്രമാകണമെന്നില്ല. കുഞ്ഞ് കരയുന്നത് എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കൂടിയാണെന്ന് മനസ്സിലാക്കുക. പനി, ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിലും കുഞ്ഞ് കരയും. ഗ്യാസ് കാരണം വയറിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, കുഞ്ഞിന് യൂറിൻ, മോഷൻ ഇവയൊക്കെ പാസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇറിറ്റേഷൻ കാണിക്കും. ഒരിക്കൽ മുലയൂട്ടിയ ശേഷം വീണ്ടും കുഞ്ഞ് കരഞ്ഞാൽ പിന്നെയും പാല് കൊടുക്കേണ്ടതുണ്ടോ എന്ന് ധാരാളം അമ്മമാർ ചോദിക്കും. ചിലപ്പോൾ കുഞ്ഞ് കംഫർട്ടിന് വേണ്ടി സക്ക് ചെയ്യാനും ശ്രമിക്കാറുണ്ട്. ആദ്യം കൊടുത്ത ശേഷം 1 മണിക്കൂറൊക്കെ ആയെങ്കിൽ വീണ്ടും ഫീഡ് ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ കുഞ്ഞിന് പാല് മതിയായെന്ന് ശ്രദ്ധിക്കുക. എങ്ങനെയാണ് കുഞ്ഞിന് ആദ്യം തന്നെ മതിയായ പാല് കിട്ടിയെന്ന് ഉറപ്പുവരുത്താമെന്ന് നോക്കാം. കുഞ്ഞ് ആദ്യം സക്ക് ചെയ്യുമ്പോൾ നല്ല സ്പീഡിലും താളത്തിലും പാല് കുടിക്കുകയും ഇറക്കുകയും ചെയ്യുക. കുഞ്ഞ് പാല് കുടിച്ച ശേഷം ശാന്തനായി ഇരിക്കുക. കരച്ചിൽ നിർത്തുക. ഇടയ്ക്കിടയ്ക്ക് ചുറ്റും നോക്കുക. കൈ റിലാക്സ്ഡ് ആയി ഇരിക്കുക. പാല് കുടിച്ച ശേഷം കുറച്ചു നേരം കുഞ്ഞ് ഉറങ്ങുക. നിങ്ങളുടെ ബ്രസ്റ്റ് സോഫ്റ്റ് ആയി തോന്നുക. ഇവയൊക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞിന് ആവശ്യത്തിന് പാല് കിട്ടിയെന്ന് മനസ്സിലാക്കാം. ഇനി കുഞ്ഞിന് നിങ്ങളുടെ പാല് മതിയായിട്ടുണ്ടോ എന്ന് എങ്ങനെ നോക്കാം? ദിവസത്തിൽ കുറഞ്ഞത് 6 മുതൽ 8 തവണ മൂത്രമൊഴിക്കുക. 2-3 തവണ മോഷൻ പോവുക. ദിവസവും 20 മുതൽ 30 ഗ്രാം ഒക്കെ കൂടുക. പാല് കുടിച്ച കുഞ്ഞ് ആക്റ്റീവായി ഇരിക്കുക. ഇവയൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിന് പാലുണ്ടെന്നുള്ള ലക്ഷണങ്ങളാണ്. ഇനി പാല് കുടിച്ചിട്ടും കുഞ്ഞ് തുടർച്ചയായി കരയുന്നത് എന്തുകൊണ്ടാണെന്ന് നോക്കാം. ചില സമയത്ത് കുഞ്ഞിന് കഡിലിംഗ് വേണമെങ്കിലും കുഞ്ഞ് കരയും. അതായത് കുറച്ചു നേരം കയ്യിലൊക്കെ എടുത്ത് കുഞ്ഞിനെ സമാധാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. ചെറിയ മസാജ് ഒക്കെ ചെയ്യുക. ഗ്യാസ് ഉണ്ടെങ്കിൽ ബർപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുഞ്ഞിന് ഡയപ്പർ റാഷ്, മറ്റ് ഇൻഫെക്ഷൻസ് ഒന്നും ഇല്ലെന്ന് ഉറപ്പാക്കുക. പനി, ഇയർ ഇൻഫെക്ഷൻ ഒന്നുമില്ലെന്ന് ശ്രദ്ധിക്കുക. ചിലപ്പോൾ ടൈറ്റായ വസ്ത്രം ധരിക്കുന്നത് കാരണം കുഞ്ഞിന് ഇറിറ്റേഷൻ ഉണ്ടായി കുഞ്ഞ് കരയാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞിന് ടെമ്പറേച്ചർ വേരിയേഷൻസ്, അതായത് ഒരുപാട് ചൂട്, തണുപ്പ് ഒക്കെ തോന്നുകയാണെങ്കിലും കുഞ്ഞ് കരയും. ഇവയൊക്കെ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇൻഫെക്ഷൻസ് ഉണ്ടെന്ന് മനസ്സിലായാൽ ഡോക്ടറെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഇവയ്ക്ക് ചികിത്സ തേടുകയും വേണം. കുഞ്ഞിന് ഫീഡിങ്ങിനെ പറ്റി ഇനിയും സംശയമുണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കാവുന്നതാണ്. പുതിയ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്